ഹലോ, ഇന്നൊരു സൺഡേ വ്ളോഗാണേ. ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായിട്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അവിടെയും പോയി പിക്ചറിനൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണേ. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ നായ്ക്കുട്ടികളാണ് കേട്ടോ. ഇത് മാത്രമല്ല 4-5 ഉണ്ട്, 2 കാണാനുള്ളൂ. ഇത് ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഭയങ്കര കുറയായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, പരിചയമായി. അപ്പോഴേക്കും ഞങ്ങൾ പോവാറുമായി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓട്ടോ വന്നു, ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. ഇത് ഇങ്ങനത്തെ ഒരു ഓട്ടോ ആണ് കേട്ടോ, റിക്ഷ ടൈപ്പ്. ഞങ്ങളിവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഓട്ടോയിലൊക്കെ പോണത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഓട്ടോ ഒന്നും കാണാറില്ലല്ലോ. ഇതിൽ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ, നല്ല കാഴ്ചയൊക്കെ കണ്ടിട്ട് പോവാം. പിന്നെ ഇത് ഈ ക്യാൻറ്റീൻ്റെ ഉള്ളിലുള്ള കുറച്ച് സംഭവങ്ങളാണ്, ഓവറായിട്ടൊന്നും കാണിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് കാണിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല രസമാട്ടോ, നല്ല പച്ചപ്പായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു പാർക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ പാർക്കുകളുണ്ട്, ഓരോരോ ഏരിയയ്ക്ക് ഓരോരോ പാർക്ക്, അങ്ങനെ കുറച്ചധികം പാർക്കുണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ മങ്കികളും നായകളും തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ മരം കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ അത്. ഈ മരം തന്നെ ഇവിടെ കുറേ ഉണ്ട്, ഫുള്ള് പൂവായിട്ട് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ കോംപ്ലക്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കോംപ്ലക്സിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഹോം ഡെക്കർ ഐറ്റംസും പിന്നെ കുറച്ച് ഡ്രസ്സസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഐ ലവ് തേസ്പൂർ എന്ന് എഴുതിയ സ്ഥലത്തൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതിനകത്ത് വന്നിട്ട് എല്ലാം ഒന്ന് നോക്കി. കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ. നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇതൊക്കെ സേഫായിട്ട് എത്തിക്കാൻ പാടാണ്, അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടു കേട്ടോ. അപ്പോഴേക്കും മോനവിടെ കണ്ടിട്ട് കുറേ സൈക്കിളും വണ്ടികളും, അവനെപ്പോഴും വണ്ടികളാണ് ആവശ്യം. ടോയ്സിൻ്റെ പിന്നാലൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. മെല്ലെ അവിടെ നിന്നൊക്കെ അവനെ നൈസായിട്ട് പറഞ്ഞ് മാറ്റിയിട്ടോ. പിന്നെ ഇതൊക്കെയാണ് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും ഹോം ഡെക്കർ ഐറ്റംസാണ് കേട്ടോ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കോസ്റ്റ്ലി ആണോ എന്ന് വെച്ചാൽ അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല, പക്ഷേ നിറയെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഇതുപോലുള്ള ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫാൻസി ഐറ്റംസൊക്കെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യുമായിരിക്കും, നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നു തോന്നുന്നില്ല. ഞാനതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് വാങ്ങിയ സാധനമൊക്കെ ബില്ലാക്കിയിട്ട് ഞങ്ങൾ നേരെ വേറെ ഷോപ്പിലോട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഷോപ്പിലേക്കാണ് കേട്ടോ വന്നത്. മൻപസന്ത് സ്വീറ്റ്സ് എന്നാണ് പേര്. ഇതവിടുത്തെ ഒരു വെറൈറ്റി സ്വീറ്റാണ് കേട്ടോ. കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങൾ ആരും ഒരു സ്വീറ്റ് ലവേഴ്സൊന്നുമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല മധുരം. പക്ഷെ ഇങ്ങനത്തെ പാല് കൊണ്ട് ഉണ്ടാക്കുന്ന സ്വീറ്റ്സൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് മാത്രം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സ് പാക്ക് ചെയ്ത് വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് തന്നെ സമയം 2 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. 2 മണി ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പായി കേട്ടോ. രാവിലെ നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നേരത്തെ കഴിച്ചതാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ KFCയിലോട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വേഗം തന്നെ കഴിച്ചു കേട്ടോ. മൂവിക്ക് ടൈമായി ഉണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് പോവാച്ചിട്ട് പെട്ടെന്ന് കഴിച്ചു. പിന്നെ അധികം കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കിട്ടി. അവിടെ നിന്ന് പിന്നെ വേഗം കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. സ്വീറ്റ്സിന് ഷോപ്പിൽ നിൽക്കുമ്പോൾ നല്ല വിശപ്പായിരുന്നേ. അവിടെ നിന്ന് ഈ സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ടാണോ എന്തോ ഇവിടെ വന്നതും വിശപ്പൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ട് അതിന് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. ഇത് ചോക്ലേറ്റ് മൂസ് കേക്കാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് തന്നെ നേരം വൈകിട്ടോ, ആകെ ഇനി 10 മിനിറ്റും കൂടി ഉണ്ടായിരുന്നുള്ളൂ പിക്ചർ തുടങ്ങാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ പിക്ചർ ഹാളിൽ എത്തിയിട്ടുണ്ട്. തിരക്ക് വരുന്നതേ ഉള്ളൂ. ഗ്രൗണ്ട് സീറോ സിനിമയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സിനിമയാണ്. എല്ലാവരും കണ്ടു നോക്കണേ. അപ്പോൾ മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അടുത്ത് തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ സ്നാക്സുകളൊക്കെ വാങ്ങിച്ചിട്ട്, പിന്നെ അതൊരു കേക്കിൻ്റെ ഷോപ്പാണേ. ഇവിടെയും സ്നാക്സ്, കേക്ക് പീസ്, പേസ്ട്രീസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പപ്സും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേനും അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഓരോരോ ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.